വെൽക്കം ബാക്ക് ടു ഇദൂസ് വേൾഡ്. നിങ്ങൾ ഭ്രാന്താചല ക്ഷേത്രം കണ്ടുണ്ടോ? നമ്മൾ രായിരനെല്ലൂർ മലയിലെ നാറാണത്ത് ഭ്രാന്തനെ കെട്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഭ്രാന്താചല ക്ഷേത്രം. കൈപ്പുറത്താണ് ഈ ഭ്രാന്താചല ക്ഷേത്രം ഉള്ളത്. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയാലോ? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറക്കെട്ടിന് മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിറച്ച് കുഴികളും ആ കുഴികളിൽ നിറച്ച് വെള്ളവും ഒക്കെയുണ്ട്. വലിയ കുഴികളും ചെറിയ കുഴികളൊക്കെ ഉണ്ട്. കിണർ രൂപത്തിലും ചെറിയ കുളം രൂപത്തിലും ഒക്കെ ഉണ്ട് കേട്ടോ. ആ വെള്ളം എപ്പോഴും വറ്റാതെ കിടക്കും. നല്ല വേനലായാലും ആ കുഴികളിൽ വെള്ളം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നതല്ല, അവിടെ വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഈ ഭ്രാന്താചല ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊരു കാഞ്ഞിരത്തിൻ്റെ മരമുണ്ട്. ആ മരത്തിലാണത്രേ പണ്ട് നമ്മുടെ നാറാണത്ത് ഭ്രാന്തനെ കെട്ടിയിട്ടിട്ടുള്ളത്. അതിൻ്റെ ചങ്ങലയൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കാണാൻ പറ്റും. കുറച്ച് അത്യാവശ്യം നല്ല ഹൈറ്റ് ഇല്ലെങ്കിലും ഏകദേശം കുറച്ചൊക്കെ ഹൈറ്റുള്ള ഒരു പാറക്കെട്ടിൻ്റെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ. നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം, ഭംഗിയുള്ള കാഴ്ചകളുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ വൈകുന്നേരം പൂജയില്ല തോന്നുന്നു. നമ്മൾ ചെന്ന സമയത്തൊന്നും അവിടെ എഴുതിയിട്ടില്ല. രാവിലെ മാത്രമേ പൂജയുള്ളൂ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നില്ല. കുട്ടികൾ മാത്രമേ കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കാഞ്ഞിരത്തിൻ്റെ മുകളിലാണത്രേ പണ്ട് ഭ്രാന്തനെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നോക്കി നോക്ക്. ചില ഭാഗങ്ങൾ മുടന്തിയും ചില ഭാഗങ്ങൾ നല്ലതായിട്ടും അല്ലേ. ഭ്രാന്തൻ്റെയും കാല് ഒരു ഭാഗം മുടന്തും ഒരു കാല് നല്ല കാലുമാണ് കേട്ടോ. ഇതാണ് ആ ചങ്ങല, നമ്മളെ നാറാണത്ത് ഭ്രാന്തനെ കെട്ടിയിട്ട ചങ്ങല. എത്ര വണ്ണമുള്ള ചങ്ങലയാണല്ലേ. ആ ചങ്ങലയിലാണ് ഭ്രാന്തനെ കെട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമൂഹത്തിനൊരു നല്ലൊരു മെസ്സേജായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ശരിക്കും അദ്ദേഹം ഒരു ഭ്രാന്തനായിരുന്നില്ല. അദ്ദേഹം നമ്മളിവിടെ പഴങ്കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് കല്ല് മുകളിലേക്ക് ഉരുട്ടി കയറ്റി പിന്നെ പെട്ടെന്ന് അത് താഴേക്ക് ഇടുന്നു, വീണ്ടും അത് ചെയ്യുന്നു, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മുകളിലേക്ക് കല്ലിടുന്നു. ശരിക്കും അതൊരു ഭ്രാന്തൻ മണിയായിരുന്നു. ശരിക്കും അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉയർച്ചയിലേക്ക് എത്താൻ ഒരുപാട് കഠിന പ്രയത്നം ചെയ്യണം. പക്ഷേ ആ ഉയർച്ചയിൽ നിന്ന് നമുക്ക് ഒരൊറ്റ നിമിഷം മതി തകർന്ന് തരിപ്പണമാകാം എന്നുള്ള ഒരു മെസ്സേജായിരുന്നു കേട്ടോ ഭ്രാന്തൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഈ അമ്പലം കാണിച്ചു കൊടുക്കാനും ഭ്രാന്തൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കാനുമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോൾ അവരെല്ലാവരും നല്ല ഹാപ്പിയാണ്. കാരണം അവർക്ക് പാറകളും പാറക്കൂട്ടങ്ങളും കുഴികളും കൊത്തിപ്പിടിച്ച് കയറാനൊക്കെ എൻ്റർടൈൻമെൻറ്റ് അല്ലേ, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവരും ഭയങ്കര ഒട്ടും അത്ഭുതവും ആശ്ചര്യമൊക്കെ ആയിട്ടോ. നമ്മുടെ ഭ്രാന്തനെ കെട്ടിയിട്ട ചങ്ങലയും ഇതൊക്കെ കണ്ടപ്പോൾ അവർക്കും ഒരുപാട് കൗതുകത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവരെല്ലാവരും ഈ കാഴ്ചകൾ കണ്ടത്. നിങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടോ? നമ്മുടെ തുലാമാസം 1-ാം തീയതിയാണ് കേട്ടോ ഇവിടെ പ്രധാനപ്പെട്ട പ്രത്യേക ദിവസം. രായിരനെല്ലൂർ മല കയറി പിന്നെ നമ്മൾ ഈ അമ്പലത്തിലോട്ടാട്ടോ വരിക. ഈ അമ്പലത്തെക്കുറിച്ച് അറിയുന്ന ഒരുവിധം പേരെല്ലാം ഇവിടെ വന്നിട്ട് തൊഴുകാറുമുണ്ട്. നമ്മുടെ നാറാണത്ത് ഭ്രാന്തനെ തളച്ചിട്ട സ്ഥലം എന്നാണ് കേട്ടോ ഇവിടുത്തെ ഓർമ്മകൾ നമ്മൾക്ക് പകുത്തു നൽകുന്നത്. നമ്മൾ പണ്ട് അമ്മമ്മയുടെ കൂടെയൊക്കെ ഇവിടെ വരുമായിരുന്നു കേട്ടോ തുലാമാസം 1-ാം തീയതി. ഈ നാട്ടിലുള്ള ഒരുവിധം ആളുകളൊക്കെ ഇവിടെ ഇടയ്ക്ക് വരും കേട്ടോ. ഇവിടെ പൂജയുണ്ട്, അമ്പലത്തിൽ പൂജ നടക്കുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്നുള്ള ഒരുവിധം പേർക്കൊന്നും ഈ അമ്പലത്തെക്കുറിച്ച് അറിവില്ല തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ അമ്പലം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എന്തായാലും പറയണേ. വളരെ നല്ല രസമായിട്ടുള്ള അല്ലേ, ഈവനിങ്ങിലൊക്കെ നമുക്ക് വന്ന് കാണാൻ പറ്റിയ രസവും ഒപ്പം ഒരുപാട് കഥകളും ഉള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ അത്. ഇതിൻ്റെ പേര് തന്നെ ഭ്രാന്താചല ക്ഷേത്രം എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭ്രാന്തനെ കെട്ടിയിട്ട സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ചങ്ങല പണ്ട് കാലത്ത് ഭ്രാന്തനെ കെട്ടിയിട്ട ആ മരത്തിൻ്റെ മുകളിലെ ചങ്ങല ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് അത് കുറച്ചും കൂടി നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. ഇപ്പം മരം വലുതായി വരുന്തോറും അത് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പാറക്കൂട്ടങ്ങളൊക്കെ കണ്ട് അതിൽ നിറയെ കുഴികളുണ്ട്, അതിൽ നിറച്ച് വെള്ളമുണ്ട്. ആ വെള്ളമൊന്നും ഒരിക്കലും മാറ്റില്ല കേട്ടോ. അതൊക്കെ ഒരു ഒരു അത്ഭുതം എന്ന് പറയാം. നമ്മളൊരു വിശ്വാസത്തിൻ്റെ പരമായിട്ട് അതിലൊരുപാട് കഥകളുണ്ട് കേട്ടോ. ഭ്രാന്താചല ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് ഭ്രാന്തൻ തൻ്റെ കൈകൊണ്ട് നിർമ്മിച്ച 3 ഗുഹകളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത് കാണാൻ പോയാലോ? നഖം കൊണ്ട് മാന്തി എടുത്ത ഗുഹയാണെന്നാണ് ഇതിനെ പറ്റിയുള്ള വിശ്വാസം കേട്ടോ. അതിങ്ങനെ ഓരോ അറകളായിട്ടും തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ നഖത്തിന്റെ പാടാണ് ഈ കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ പണ്ട് നമ്മൾ കേട്ട കഥ കേട്ടോ.
അതിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് കാണാനും നമ്മുടെ അടുത്ത് തന്നെ കാണാനും കേൾക്കാനും ഒക്കെ രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ഭ്രാന്താചല ക്ഷേത്രം. ഏറ്റവും വലിയ ഗുഹ ഇതാണ് എന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ 3 ഗുഹകളിൽ നമ്മൾക്ക് നോക്കിയപ്പോൾ ഏറ്റവും വലിയ ഗുഹ ഇതായിട്ടാണ് തോന്നിയത്. എന്ത് രസമാണല്ലേ, കൈകൊണ്ട് മന്തി എടുത്തോണം എന്നാണ് കേട്ടോ ഇതിൻ്റെ വിശ്വാസമുള്ളത്. അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് ഗുഹയൊക്കെ കണ്ട് ഇറങ്ങി. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. താഴത്ത് ഉള്ള നമ്മളെ വെള്ളക്കെട്ടാണ്, താഴത്തെ പാറയുടെ മുകളിലുള്ള വെള്ളക്കെട്ടാണ് ഈ ചെറിയ വെള്ളക്കെട്ട് കാണുന്നത്. ഇതിലെ വെള്ളമൊക്കെ എപ്പോഴും ഉണ്ടാവും, നല്ല വേനൽക്കാലമായാലും മൊത്തത്തിൽ വറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ പറയണത് കേട്ടിട്ട് നമ്മുടെ പിള്ളേരും അതുപോലെ പറയുകയാണ്, അവരും വ്ളോഗ് ചെയ്യുകയാണ്. അതാണ് ഇത് കാണുന്നത്. അവരും ഒരുപാട് എക്സൈറ്റഡ് ആണ് ഈ സ്ഥലം കണ്ട്. നല്ല രസമല്ലേ നടക്കാനും. അപ്പോൾ ഈ കുഞ്ഞൻ അവിടെ പോയി കിടന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറയണം. അവർ കിടന്നും ഇരുന്നും ചെരിഞ്ഞൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ ഇവിടെ പോയതിൻ്റെ ഫോട്ടോസാണ് കേട്ടോ, ഭ്രാന്താചല ക്ഷേത്രത്തിൽ. അതിപ്പോൾ മഴയുള്ള ടൈമായിരുന്നു. അപ്പോൾ അവിടെ കാണാൻ നല്ല പച്ചപ്പും കാര്യങ്ങളായിട്ട് ഒന്നും കൂടിയും ഭംഗിയായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഗുഹ എന്ന് പറഞ്ഞ ഗുഹ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ ഭ്രാന്താചല ക്ഷേത്രം മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റിലൂടെ പറയണേ. ഇതാണ് നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ രായരനെല്ലൂർ മലയിൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ.